പ്രവാചക തിരുമേനി 53 വർഷക്കാലമാണ് മക്കയിൽ ജീവിച്ചതെങ്കിൽ അവസാന 10 വർഷക്കാലം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത് മദീനയിലാണ്. പ്രധാനപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ, യുദ്ധങ്ങളൊക്കെ അരങ്ങേറിയത് റസൂലിൻ്റെ മദീന കാലഘട്ടത്തിൽ. ആ യുദ്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധം അരങ്ങേറിയ സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. ആ മുമ്പിൽ കാണുന്നത് ഉഹദ് പർവ്വതമാണ്. 9 കിലോമീറ്റർ നീണ്ട പരന്ന് പ്രവിശാലമായി കിടക്കുന്ന ഉഹദ് പർവ്വതം. ഇപ്പൊ യു ഷേപ്പിലാണ് ഈ പർവ്വതം നിലകൊള്ളുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അതായത് ഉഹദിൻ്റെ ഈ താഴ്വാരത്ത് നടന്ന യുദ്ധമായതുകൊണ്ടാണ് ഇതിന് ഉഹദ് യുദ്ധം എന്ന് പേര് വന്നത്. ആ യുദ്ധം നടന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. 5000-ന് മുകളിൽ ആൾക്കാർക്ക് ഒന്നിച്ച് നമസ്കരിക്കാൻ പാകത്തിൽ വളരെ വിശാലമാണ് ഈ മസ്ജിദ് ഹംസ. ഹിജ്റ 3-ാം വർഷത്തിൽ നടന്ന ചരിത്രപ്രസിദ്ധമായ ഉഹദ് യുദ്ധത്തിന് പിന്നിൽ പ്രധാനമായും 2 കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. തൊട്ടു മുൻപത്തെ വർഷം നടന്ന ബദർ യുദ്ധത്തിൽ ഖുറൈശികൾക്കേറ്റ കനത്ത പരാജയം, അബൂജഹൽ അടക്കമുള്ള തങ്ങളുടെ പ്രമുഖ നേതാക്കളുടെ മരണവും അനുഭവിച്ച അപമാനവും ഖുറൈശികളിൽ പ്രതികാര ചിന്ത ആളിക്കത്തിച്ചു. അതോടൊപ്പം മറ്റൊരു പ്രധാന കാരണമായിരുന്നു സാമ്പത്തികമായ തകർച്ച. മക്കക്കാരുടെ പ്രധാന ഉപജീവന മാർഗമായ സിറിയയിലേക്കുള്ള കച്ചവടപ്പാതകൾ മദീനയ്ക്ക് സമീപത്തു കൂടിയായിരുന്നു കടന്നുപോയിരുന്നത്. ബദർ യുദ്ധത്തിനു ശേഷം ഈ വഴി സുരക്ഷിതമല്ലാതായതോടെ ഖുറൈശികളുടെ കച്ചവടത്തെയും സാമ്പത്തിക നിലയെയും അത് സാരമായി ബാധിച്ചു. മദീനയിലെ ഇസ്ലാമിക ശക്തിയെ വേരോടെ പിഴുതെറിയാനും കച്ചവടപ്പാതകൾ തിരിച്ചു പിടിക്കാനുമായി അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ 3000-ഓളം വരുന്ന വൻ പടയുമായി ഖുറൈശികൾ മദീന ലക്ഷ്യമാക്കി നീങ്ങി. ഇതാണ് ഉഹദ് മലയടിവാരത്തിൽ വെച്ച് നടന്ന ചരിത്രപ്രധാനമായ ഉഹദ് പോരാട്ടത്തിലേക്ക് വഴിവെച്ചത്. ഈത്തപ്പഴം കച്ചവടമാണ്. നേരെ ഉഹദ് യുദ്ധ പോർക്കളത്തിലാണ്. അതിന് തൊട്ടടുത്താണ് ഇവിടെ എല്ലാതരം ഈത്തപ്പഴങ്ങളും, അജ്വ, മബ്രൂം, അങ്ങനെ മജ്ദൂൻ, എല്ലാതരം ഐറ്റംസും ഇവിടെ ഉണ്ട്. ഈത്തപ്പഴത്തിൻ്റെ അതുപോലെ എല്ലാതരം ചോക്ലേറ്റ്സും. कैसा है धंधा, कैसा है? ये जो माल कहाँ से आता है? मदीना का ही ना? जी मदीने का है। सब मदीने का है। जी सब। ये अब जो अजवा, अब जो 20 रियाल बोला ना, ये अजवा जी जी जो ये कहाँ का होता है? मदीने में। मदीना के होता है। जी हाँ, ये इस साल का है, फ्रेश है एकदम, फ्रेश है बिल्कुल। अभी आया सो है। जी जी माशाल्लाह। मदीना हरम से कितना दूर जाता है उतना कम हो जाएगा, सही है? जी दूर उसका कम होता है। हाँ, जो करीब हरम के पास आएगा वो बहुत महंगा है। जी हाँ। आराम के पास किधर होता है अजवा? कुबा में? सारे बदले हैं इधर सब। बाकी क्या पीछे? जी ये सब पीछे उधर बदले हैं सब। कुबा। जी हाँ कुबा भी बदले हैं। कुबा वाला वाली वाला। हरम से वो करीब भी बदले बहुत है। आपके पास है वो जो आराम के पास बाजू वाला अजवा? जी जी आपके पास है? जो आलिया आलिया है। कितना किलो है उसका? वो 40 किलो है। 40 किलो। अजवा आलिया बोलते हैं उसको। आलिया बहुत सारा। हाँ, वो जो आलिया एरिया में जो बनता है उसके लिए वो उनका नाम जो आलिया रखा है। आलिया। माशाल्लाह। ഓക്കെ ഓക്കെ. തീർത്ഥാടകർ കുറച്ച് കുറവാണിപ്പോൾ, സീസണല്ല ഇപ്പോൾ. ഇൻഷാല്ലാ എന്തായാലും തീർത്ഥാടകർ ഇങ്ങനെ സാവധാനം വർദ്ധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. അതുമാത്രമല്ല, ഇപ്പോൾ കുറച്ച് അടുത്ത കാലത്തായിട്ട് ഇവിടെ തീർത്ഥാടകരെ ആകർഷിക്കാൻ വേണ്ടി വളരെ നല്ല നിലയിലുള്ള സൗകര്യങ്ങളാണ് ഒരുപാട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഉഹദിലും സൗദിയുടെ എല്ലാ ഭാഗത്തും ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജബൽ റൂമാത്ത്, എനിക്ക് തോന്നുന്നു ജബൽ റൂമാത്തിലേക്ക് ഇപ്പോൾ എൻട്രി ഫീസ് മുഖേന, ടിക്കറ്റ് മുഖേനയാണെന്ന് തോന്നുന്നു. 10 റിയാലിൻ്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് എൻട്രി ചെയ്യാനുള്ള അവസരമുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവിടെ ഗൈഡുമാരെയും നിർത്തിയിട്ടുണ്ടെന്നാണെന്ന് തോന്നുന്നത്. ഇത് ജബൽ റൂമാത്ത്. യുദ്ധസമയത്ത് മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ജബൽ റുമാത്തിൻ്റെ മുകളിൽ 80 അമ്പെയ്ത്തുകാരെ നിർത്തിയിരുന്നു. ഒരു കാരണവശാലും നിങ്ങൾ താഴേക്ക് ഇറങ്ങി വരരുത് എന്ന് പ്രവാചകൻ അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു. ശക്തമായ പോരാട്ടത്തിനു ശേഷം ശത്രുക്കൾ പിന്തിരിഞ്ഞോടി. അതിനുശേഷം ശത്രുപക്ഷം ഉപേക്ഷിച്ചിട്ട് പോയ ഗനീമത്ത് മുതലുകൾ പെറുക്കുന്ന തിരക്കിലായിരുന്നു
ഇസ്ലാമിക പക്ഷം. അങ്ങനെ യുദ്ധം കഴിഞ്ഞു എന്ന് കരുതി മുകളിൽ നിർത്തിയിരുന്ന അമ്പെയ്ത്തുകാരിൽ ബഹുഭൂരിപക്ഷവും താഴേക്കിറങ്ങി. ഈ സമയം തക്കം പാർത്ത് നിൽക്കുകയായിരുന്ന ഇക്രിമത്ത് ബിൻ അബീ ജഹലും ഖാലിദ് ബിൻ വലീദും, അവർ രണ്ടുപേരും അന്ന് ശത്രുപക്ഷത്തായിരുന്നു. പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ഉണ്ടായത്. അവർ രണ്ടുപേരും തന്ത്രം മെനഞ്ഞു. ഈ ജബൽ റുമാത്തിൻ്റെ ഈ പഴുതിൽ കൂടി അവർ പെട്ടെന്നൊരു ആക്രമണം നടത്തുകയും വിജയശ്രീലാളിതരായിരുന്ന ഇസ്ലാമിക പക്ഷം അവരുടെ പെട്ടെന്നുള്ള ഒരു ആക്രമണത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. അവർ ആ സമയം ഗനീമത്ത് മുതലുകൾ പെറുക്കിയെടുക്കുന്ന തിരക്കിലായിരുന്നു. പെട്ടെന്നുള്ള ആക്രമണത്തിൽ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ വിജയിച്ച യുദ്ധം പരാജയത്തിൻ്റെ തീരമണിഞ്ഞ ഒരു സന്ദർഭമായിരുന്നു. ഇത് തീർത്ഥാടകർക്ക് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലം. ഇതൊന്നും ഞങ്ങൾ 10-25 വർഷത്തോളമായി. ആ കാലത്തൊന്നും ഇതുണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ. ഇത് ജബൽ റുമാത്തിൻ്റെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ജബൽ റുമാത്തിൻ്റെ ഭാഗമാണ്. ഇവിടെയാണ് യുദ്ധം കൊടുമ്പിരിക്കുന്നത്. ആ കാണുന്നത് മഖ്ബറയാണ്. ഉഹുദ് യുദ്ധത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ശുഹദാക്കളുടെ ഖബറുകളാണ് അതിനകത്തുള്ളത്. പ്രധാനമായിട്ട് 3 ഖബറുകളാണ് നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്നത്. ഈ കാണുന്നത് മഹാനായ ഹംസ റളിയല്ലാഹു സയ്യിദ് ശുഹദ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറാണ്. അതോടൊപ്പം മഹാനായ അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു, മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, 3 പേരുടെ ഖബറുകളാണ് ഇവിടെ ഒന്നിച്ച് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ അറിയാം എല്ലാവർക്കും. മഹാനായ പ്രവാചകൻ്റെ പിതൃവ്യൻ പച്ചാപ്പയായിരുന്നു ഹംസ റളിയല്ലാഹു. ഇസ്ലാമിക പോരാളിയായ ഹംസ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിന് മുൻപ് തന്നെ ഒരു പ്രാർത്ഥന നടത്തിയിരുന്നു. ദീനിനു വേണ്ടി എൻ്റെ ശരീരം തന്നെ ഞാൻ സമർപ്പിക്കുകയാണ്, അതിന് എനിക്ക് തൗഫീഖ് നൽകണം എന്ന് പറഞ്ഞ് ഹംസ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയും ഉഹദ് യുദ്ധത്തിൽ വീര രക്തസാക്ഷിത്വം വരിക്കുകയും ശുഹദാക്കളുടെ നേതാവ് എന്ന അർത്ഥത്തിൽ സയ്യിദ് ശുഹദ എന്ന് പ്രവാചക തിരുമേനി അവരെ വിശേഷിപ്പിക്കുകയും ചെയ്തു. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മക്ക കാലഘട്ടത്തിൽ പ്രവാചക തിരുമേനി അവരെ നേരത്തെ തന്നെ മദീനയിലേക്ക് അയക്കുകയും മദീനയിലുള്ള അൻസാറുകൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനം നടത്തുകയും പിന്നീട് പ്രവാചകനെ സ്വീകരിക്കാൻ പാകത്തിൽ ഒരു അൻസ്വാരി സമൂഹത്തെ കെട്ടിപ്പടുക്കുകയും ചെയ്തതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളാണ് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു. അദ്ദേഹം വലിയ ധനാഢ്യനായിരുന്നു. കാലഘട്ടത്തിൽ കോടീശ്വരനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അവസാനം ഈ ഉഹദ് യുദ്ധത്തിൽ മരണപ്പെടുമ്പോൾ വളരെ ദരിദ്രനായിട്ടാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഖബർ കഫൻ തുണി തികയാതെ വന്നപ്പോൾ, അതായത് തലഭാഗം മറക്കുമ്പോൾ കാൽഭാഗം തുറന്നു കാണും, കാൽഭാഗം മറക്കുമ്പോൾ തലഭാഗം തുറന്നു കാണും. അവസാനം പ്രവാചകൻ പറഞ്ഞു ആ ബാക്കി ഭാഗത്ത് പുല്ല് നിറച്ച് അദ്ദേഹത്തെ ഖബറടക്കാൻ വേണ്ടി പ്രവാചകൻ നിർദ്ദേശിക്കുകയായിരുന്നു. അത്രക്കും ദരിദ്രനായിട്ടാണ് അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി യുദ്ധം നടത്തിയത്. ലോകത്തിലെ പ്രധാനപ്പെട്ട 8 ഭാഷകളിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ സാരാംശം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ കിടക്കുന്നവരോട് നിങ്ങൾ പ്രാർത്ഥന നടത്തരുത്, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന് 10 ഭാഷകളിൽ. ഇവിടെ 6, അപ്പുറത്ത് 4. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷകളിൽ അറബി, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഉറുദു, ബംഗാളി, അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ഭാഷകളിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉഹദ് യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിലും മുസ്ലിം സമുദായത്തിലും വലിയൊരു പ്രാധാന്യമുള്ളൊരു സംഭവമാണ്. വിജയത്തോടൊപ്പം തന്നെ വലിയ തിരിച്ചടിയും കനത്ത നഷ്ടങ്ങളും നേരിട്ട ഈ യുദ്ധം മുസ്ലിങ്ങൾക്ക് ആഴത്തിലുള്ള അനേകം പാഠങ്ങളും സന്ദേശങ്ങളുമാണ് നൽകുന്നത്. ഉഹദ് യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം നേതാവിൻ്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ്. യുദ്ധത്തിൽ സത്യവിശ്വാസികൾ വിജയത്തോടടുക്കുമ്പോൾ കുന്നിൻ മുകളിൽ നിലയുറപ്പിച്ചിരുന്ന അമ്പെയ്ത്തുകാർ പ്രവാചകൻ്റെ കൽപ്പന മറന്നു സ്ഥലം വിട്ടതാണ് വലിയൊരു തിരിച്ചടിക്ക് കാരണമായത്. അച്ചടക്കമില്ലായ്മയും കൽപ്പന ലംഘനവും എത്ര വലിയ വിജയത്തെയും പരാജയത്തിലേക്ക് നയിക്കാം എന്ന് ഇത് വ്യക്തമാക്കുന്നു. വിജയത്തിലും പരാജയത്തിലും ദൈവിക പരീക്ഷണം വിജയം മാത്രമല്ല, പരാജയങ്ങളും തിരിച്ചടികളും ദൈവത്തിൻ്റെ പരീക്ഷണങ്ങളുടെ ഭാഗമാണ്. തിരിച്ചടികൾ നേരിടുമ്പോൾ തളർന്നു പോകാതെ ക്ഷമയോടെയും പ്രാർത്ഥനയോടെയും മുന്നോട്ടു പോകാൻ വിശ്വാസികൾ കടപ്പെട്ടിരിക്കുന്നു എന്ന സന്ദേശവും ഉഹദ് നൽകുന്നുണ്ട്.